അമ്മാമ്മക്ക് തരാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ട സൂക്ഷിച്ചു വെച്ചാ മതി. ആ അവിടെയാണ് സൂക്ഷിച്ചു വെക്കണേ. അമ്മ തന്നേക്ക, അമ്മ എടുത്ത് വെച്ചേക്കാം. ഇട്ടേക്കണത് കണ്ടല്ലോ, അമ്മയുടെ കമ്മൽ തന്നെയാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഇത് ഞാൻ അമ്മക്ക് കൊണ്ടുപോയി ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. അമ്മ ഇപ്പം തന്നെ നമ്മുടെ ജോലി കഴിഞ്ഞിട്ട് വരും. അമ്മ പൈസ ഇടാനല്ലേ ഇത്. ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മളിന്ന് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അമ്മക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മക്ക് ഓണ സ്പെഷ്യലായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തേക്കണം ഒരു ചെറിയൊരു സംഭവം അമ്മക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോവാണ്. പക്ഷെ അമ്മ വിചാരിക്കും അതിനകത്ത് എന്തോ വലിയ സംഭവം ഉണ്ടെന്ന് വിചാരിക്കും. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനം നമ്മുടെ ഓർണമെൻറ്റ്സിൻ്റെയൊക്കെ ചെപ്പ് ഉണ്ടല്ലോ, കമ്മൽ വളയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ചെപ്പ്. ആ ചെപ്പിനകത്ത് ആ ചെപ്പ് വെച്ചിട്ട് ചെറിയൊരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ അമ്മയുടെ തന്നെ കമ്മലെടുത്തിട്ടിട്ട് അമ്മക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അമ്മയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കണം. ആ ചെപ്പ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ നമ്മുടെ ബാൽക്കണി ഒന്ന് കാണിച്ചു തരാം. അതായത് സംഭവം ബാൽക്കണി ഇതേ ഇതുപോലെയാണ്. അപ്പോൾ എൻ്റെ കൊണ്ട് കുറേ കൂട്ടുകാർ ചോദിച്ചു ഞാൻ വർക്ക് ചെയ്യാനിരിക്കുന്ന സ്ഥലത്ത് ബാക്ക്ഗ്രൗണ്ട് ഇതാണ് കാണുന്നത് എപ്പോഴും. ഞാൻ ദേ ഇവിടെയാണ് ഇരിക്കാറ്. അപ്പോൾ സംഭവം ദേ ഇതുപോലെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരെണ്ണം മുകളിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട് കേട്ടോ, ഡബിൾ ടേപ്പ് അവിടെ നിന്ന് മുകളിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്. പിന്നെ എന്തേ നമ്മുടെ തെർമോക്കോളിൻ്റെ വീഡിയോ, ഇത് എനിക്ക് തോന്നുന്നു 10 lakhs 1 million അധികം ആളുകൾ ഇത് കണ്ടിട്ടുണ്ട്. ഒത്തിരി സന്തോഷം അറിഞ്ഞതിൽ. അപ്പോൾ ഇതുപോലത്തെ വേറെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കൂട്ടുകാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ സെയിം തന്നെ സംഭവം ചെയ്തിട്ട് കുറേ കൂട്ടുകാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചെന്ന് ഇത് ചെയ്തേക്കുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ. ഇത് മാത്രമല്ല വേറെയും കുറച്ച് ക്രാഫ്റ്റൊക്കെ കുട്ടികൾ ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ ക്യാമറയിൽ നോക്കിയാണ് സംസാരിക്കണമെന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് സെൽഫി സ്റ്റിക്ക് എടുത്തിട്ട് നോക്കി സംസാരിക്കുന്നത്. ക്യാമറയുടെ അവിടെയാണ് ക്യാമറ എന്ന് എനിക്കറിയാമെങ്കിലും പക്ഷെ ഞാൻ എൻ്റെ ഫേസിലേക്ക് നോക്കി സംസാരിക്കുന്നതുകൊണ്ട് ചെറിയൊരു കുഴപ്പമുണ്ടാകും. അപ്പോൾ നിങ്ങളത് മൈൻഡ് ആക്കണ്ട, പോയ ശരിയാവുമായിരിക്കും. അപ്പോൾ ദേ ഇതൊക്കെ എൻ്റെ സാധനങ്ങളാണ്. അതൊക്കെ അലങ്കോലമായിട്ട് ഇങ്ങനെ ഇട്ടേക്കുവാണ്. അപ്പം ഞാൻ എപ്പോഴും ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് പറക്കി ഇങ്ങനെ വെക്കാത്തത്. കിട്ടണ ചെറിയൊരു ക്യാപ്പിനകത്താണ് ഞാൻ വീഡിയോ പിടിക്കാൻ വന്നത്. അപ്പോൾ കാശയായിട്ട് ഇപ്പോൾ അച്ഛൻ തറവാട്ടി പോയേക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് മൊത്തം മരമായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കാണില്ല. അത് നമ്മുടെ ചാച്ചൻ്റെ വീടാണ്. അപ്പോൾ ഇത് റൗണ്ടിൽ കാണിച്ചു തരാം. നമുക്ക് അപ്പുറത്ത് ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്. അപ്പോൾ താഴെ ഇറങ്ങി ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം രീരിയുടെ സൗണ്ട് ആയിരിക്കും. ഇവിടെ മൊത്തം ചുറ്റും മരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നേരെ നമ്മുടെ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോകാം. എന്നിട്ട് ഞാൻ വൈകിട്ട് അമ്മ വരുമ്പോൾ ആ സംഭവം കൊടുത്തു നോക്കാം. അപ്പം നിങ്ങൾ അമ്മയുടെ എക്സ്പ്രഷൻ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മളായത് 20 രൂപയുടെ ഒരു എയർ ഡ്രൈ ക്ലേ എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടി മിക്സ് ചെയ്തത് ഒരുപോലെ ആക്കിയിട്ടുണ്ട്. അത് നന്നായിട്ട് സോഫ്റ്റ് ആണ് സംഭവം. അപ്പോൾ നമുക്ക് ഒന്ന് നേരെ ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. പരത്തി എടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ജ്വല്ലറി ബോക്സിൻ്റെ സൈഡിൽ വെച്ചിട്ടൊന്ന് അളവ് നോക്കിയെടുക്കാം. എന്നിട്ട് അതനുസരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ സ്കെയിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടുത്തിരിക്കുന്ന ഈ ടെറാറിയം ഉണ്ടല്ലോ, ടെറാറിയം എങ്ങനെ കെയർ ചെയ്യണമെന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചായിരുന്നു എൻ്റെ വീഡിയോ ഇട്ട്. പിന്നെ അപ്പോൾ ഞാനത് ഡെയിലി ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ വെയിലുള്ള സ്ഥലത്താണ് അത് വെച്ചേക്കുന്നത്. വീടിനകത്ത് നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു വെയിൽ കുറച്ച് കിട്ടുന്ന സ്ഥലത്ത് വേണം കേട്ടോ വെക്കാൻ. ഒരു ഇളം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഡെയിലി ഒരു 2 hours എങ്കിലും നിങ്ങളത് ഒന്ന് വെയിൽ ഒളിച്ചിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അത് വേഗം ചീത്തായി പോവില്ല. ഇത് ഞാൻ എപ്പോഴും നമ്മുടെ ബാൽക്കണിയിൽ തന്നെ വെക്കണതുകൊണ്ട് അത് ചീത്തായി പോകുന്നില്ല കേട്ടോ. ഇതുവരെയും ഒരു പ്രശ്നവുമില്ല, നന്നായിട്ട് തന്നെ ഇരിക്കുന്നു. പുതിയ കുഞ്ഞു ചെടികളൊക്കെ അതിനകത്ത് ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ മിക്ക വീഡിയോസിനും അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വെക്കാറുണ്ട്. നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഒരു തല വെച്ച് കൊടുത്തിട്ടുണ്ട്. തലയിൽ 2 കുഴി ഇതുപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് നമ്മുടെ പേനയുടെ ടോപ്പ് നിമ്പ് വെച്ചിട്ട് ഇതുപോലെ 2 കണ്ണും വായും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മേത്താണെങ്കിൽ ഇതുപോലെ പേനയുടെ ടോപ്പ് വെച്ചിട്ട് ചെറിയ ഡിസൈൻസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന വേറൊരു ചെടി വെച്ചേക്കുന്നത് നമ്മുടെ സെല്ലോ ടേപ്പ്, തീർന്നു പോയ സെല്ലോ ടേപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ബേസ് വെച്ചിട്ട് നമ്മുടെ സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്തേക്കണതാണ്. നമ്മുടെ ടൂത്ത് സ്റ്റിക്കില്ലേ, നീളമുള്ള ചെറിയ സ്റ്റിക്ക്, അല്ലെങ്കിൽ ഈർക്കിലി ആയാലും മതി കേട്ടോ. അത് വെച്ചിട്ട് പെയിൻ്റ് അടിച്ചിട്ട് നടുക്കൊരു ചെറിയ ഹോമിയോൻ്റെ ബോട്ടിലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കണ സംഭവമാണ്. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന വേറൊരു ചെടി ഒരു ഡെക്കോറായിട്ട് വെച്ചേക്കണം കേട്ടോ.
അപ്പോൾ ടെറാറിയം കുറേ പേരുണ്ടാക്കി ട്രൈ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, ഇൻസ്റ്റാഗ്രാമിലും അയച്ചു തന്നായിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വലിയൊരു ബൗളിൽ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചെറിയ ബോട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, നമ്മുടെ അച്ചാർ കുപ്പിയിലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ അന്നേരം അത് വെയിൽ അതിനകത്തേക്ക് അത്ര കടക്കാത്തതുകൊണ്ട് അത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഒരു 2-3 വീക്സ് വരെയൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ടത് ഉള്ളിൽ ചീത്തായി പോവാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ 1 മന്ത് ആയിട്ടോ. അത് ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ഇരിപ്പുണ്ട്. ഉള്ളിൽ വേറെ ചെടികളൊക്കെ ഇതിനകത്തുനിന്ന് കിളിർത്ത് വന്നുണ്ട്, പുല്ലൊക്കെ ആണെങ്കിലും വേറെ വന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുവാണെന്നെങ്കിൽ വട്ടം കൂടുതലുള്ള ഒരു റൗണ്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ടെറാറിയത്തിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പം നമ്മുടെ അടപ്പുമേക്ക് നമ്മളിത് ഇതുപോലെ ക്ലേ എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ടാണ് താഴെ വെച്ചിട്ടാണ് ഇതുപോലെ പൊന്തി നിൽക്കുന്ന രീതിയിലാക്കിയേക്കണേ. ഡിസൈന് വേണ്ടിയിട്ട് നമ്മളതേ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള നല്ല ഡിസൈൻസൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ ഒന്ന് ക്ലേ ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല അടിപൊളി ഒരു ആമാടപ്പെട്ടി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ടീച്ചേഴ്സിനോ ഫ്രണ്ട്സിനോ ആർക്ക് വേണമെങ്കിലും അത് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇയറിങ്സും മോതിരവും റിങ്ങൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി നമുക്ക് ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സ് ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇടുമെന്ന്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇത് അമ്മക്ക് കൊടുക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ. പക്ഷേ അപ്പോൾ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ ഷോർട്ടായിട്ട് ഇട്ടിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ സംഭവം ഇതുപോലെ ഒന്ന് സ്കെയിൽ വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സംഭവം ഇതൊന്നുമല്ല, ഞാനത് അമ്മക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മക്ക് വലിയ എക്സ്പ്രഷൻ ഉണ്ടാവുമെന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യൊന്നും വേണ്ട. ഞാൻ ഇതുപോലത്തെ സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണോണ്ട് അമ്മക്കത് കാണുന്നതുകൊണ്ട് വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല കൊടുക്കണേ കൊണ്ട്. എന്നിരുന്നാലും അമ്മ അത് മേടിച്ചിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം അന്ന് വലിയ എക്സ്പ്രഷൻ കണ്ടില്ലെങ്കിലും പിറ്റേ ദിവസം അമ്മ ഓണ സെലിബ്രേഷന് പോകാൻ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഞാൻ നോക്കുമ്പോൾ എന്നെ ഫോട്ടോ എടുക്കാൻ വിളിച്ചേക്കുവാണ് കേട്ടോ ആൾ. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ചെപ്പിൽ നിന്ന് മോതിരമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി ചെപ്പ് എന്തായാലും എടുത്തിട്ടുണ്ട്. അതിനകത്ത് അമ്മ മോതിരവും അമ്മയുടെ കമ്മലൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാട്ടോ ഇടുന്നത്. പിന്നെ ഉണ്ടല്ലോ ഞാൻ ഉണ്ടാക്കിയ മുല്ലപ്പൂ ഉണ്ടല്ലോ നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അത് 1 lakh അധികം ആളുകൾ കണ്ടിട്ടുണ്ടായിട്ടോ. ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് 16 ലക്ഷം 1 മില്യൺ ആളുകളും അത് കണ്ടിട്ടുണ്ട്. ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആയെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ടിഷ്യൂ പേപ്പർ വെച്ച് മുല്ലപ്പൂ ഉണ്ടാക്കിയിട്ട് കുറേ കൂട്ടുകാർ അതെനിക്ക് അയച്ചു തന്നിട്ടോ. കൂടുതലും കുട്ടികളാണ്, എന്നാലും അമ്മമാരൊക്കെ ചെയ്തിട്ട് അവരും എനിക്കിത് ഉണ്ടാക്കി അയച്ചു തന്നിട്ടുണ്ട്. അമ്മയാണെങ്കിലും അംഗനവാടി പോയിട്ട് തിരിച്ച് വന്നു കഴിയുമ്പോൾ ഇന്ന് ഒരു കുട്ടി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കാണിച്ചു തന്നു, മെസ്സേജ് അയച്ചു എന്നൊക്കെ പറയും. ഇതുപോലെ തന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് നിൻ്റെ ഇത് കണ്ടിട്ട് ചെയ്താണെന്ന് പറഞ്ഞിട്ട് അതും എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ക്രാഫ്റ്റ് വർക്കൊക്കെ എൻ്റെ ഇതുപോലെ കണ്ടിട്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ എനിക്ക് അയച്ചു തരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞറിയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുമ്പോൾ ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ചൊന്ന് കവർ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണങ്ങി കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗോൾഡൻ പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, ചേച്ചി ആൻറ്റിക് സാധനങ്ങളൊക്കെയാണല്ലോ കൂടുതലും ഇഷ്ടം, എപ്പോഴും ബ്ലാക്കും സിൽവറും ബ്ലാക്കും ഗോൾഡനും ഒക്കെ ആണല്ലോ കൊടുക്കണേ, കളർ കൊടുത്തൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് കൂടുതലും ഇഷ്ടം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ കളർ കൊടുത്ത് ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ അത്ര ഇഷ്ടമാവാറില്ല, പെർഫെക്ഷൻ ചിലപ്പോൾ വരാത്തതുകൊണ്ടായിരിക്കും എനിക്ക് എപ്പോഴും ഈ മെറ്റാലിക്കും ഗോൾഡനും കൊടുക്കണതാണ് ഇഷ്ടം. അതാകുമ്പോൾ വേഗം പണി കഴിയും, കാണാനും നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് ഡെക്കോറായിട്ട് മാത്രമായിട്ട് വേണമെങ്കിലും ഈ ആമേനൊക്കെ നമുക്ക് വെറുതെ വെക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് കുങ്കുമച്ചെപ്പായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആമയുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വാർണിഷും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ സിൽവർ പൗഡർ അല്ലെങ്കിൽ ഗോൾഡൻ പൗഡർ എങ്ങനെയാണ് ഡയറക്റ്റ് യൂസ് ചെയ്യണമെന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഫെവിക്കോളും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് പുറത്തടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളിതിൻ്റെ കളർ ഫെയ്ഡായി പോകത്തില്ല കേട്ടോ. അമ്മയുടെ തന്നെ കുറച്ച് കമ്മലെടുത്ത് ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ സംഭവം ഇതുപോലെ ഒന്ന് ആക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഞാൻ സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ആമയുടെ ബോക്സ് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിനുള്ളൊരു കമ്മലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഒരു കൈ കൊണ്ട് തുറക്കാൻ പറ്റില്ല, ഞാൻ സെൽഫി സ്റ്റിക്ക് പിടിച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ കമ്മൽ ഇട്ടേക്കണത് കണ്ടല്ലോ, അമ്മയുടെ കമ്മൽ തന്നെയാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഇത് ഞാൻ അമ്മക്ക് കൊണ്ടുപോയി ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. അമ്മ ഇപ്പം തന്നെ നമ്മുടെ ജോലി കഴിഞ്ഞിട്ട് വരും. അമ്മ അംഗനവാടി ടീച്ചറാണ് കേട്ടോ, ടീച്ചറാണ്. അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് എന്തോ മീറ്റിംഗ് ആണുള്ളത്, വൈകിട്ട് വരെ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞത്. ഇനി എപ്പോൾ വരുമെന്ന് അറിയില്ല, ചിലപ്പോൾ 5 മണിയായിരിക്കും. സാധാരണ നോർമലി ഒരു 4-4:30 അമ്മ വീട്ടിൽ വരാറുണ്ട്. പിന്നെ എപ്പോൾ വരുമെന്ന് അറിയില്ല. എന്നാലും അമ്മ വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഈ സംഭവം കൊടുത്തു നോക്കാം. അപ്പോൾ അമ്മയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. അമ്മ വിചാരിക്കും ഇതിനകത്തുള്ള കമ്മൽ ഞാൻ പുതിയത് മേടിച്ചിട്ട് അമ്മക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ
എന്താ കൊടുക്കട്ടെ അമ്മക്ക്? സമ്മനം. ആ വാ ഇറങ്ങ് ഇറങ്ങ്. ആ ഇറങ്ങ്. ഇറങ്ങ്. അവരോട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നേ, അതുകൊണ്ട് എടുത്ത് വെച്ചേക്കാണ്. ബാബാ കാശ് കൊടുക്കൂലേ? അമ്മാമ്മക്ക് തരാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തരോ? അമ്മാമ്മക്ക് ഗിഫ്റ്റ്. എന്നാ കാശ് കൊടുക്ക്. കാശ് കൊടുക്ക്. ബാബാ ഇറങ്ങ്. വാ എന്നാ അമ്മമ്മ കൊടുക്ക്. തുറന്നു കൊടുക്ക്. കാശ് കൊടുക്ക്. അമ്മമ്മക്ക് ഗിഫ്റ്റ് കൊടുക്ക്. അമ്മമ്മക്ക് തുറക്കാൻ പറ്റില്ല. എങ്ങനെ തുറക്കണേ? ഇതാരുണ്ടാക്കിയേ? സൂപ്പർ അമ്മമ്മക്ക്. താങ്ക് യു താങ്ക് യു. ഇടാട്ട ഇങ്ങനെ ഇടാട്ട കമ്മല് ഇടട്ടെ. ഇങ്ങനെ ആരുടെ കമ്മലാന്ന് വെച്ചാ കാശി? അത് കമ്മല അമ്മടേനാ? ആ ഇതോ ഇതാരുടെയാണ്? ഇതിടട്ടെ, കാതില് കമ്മലിടട്ടെ. ആ നല്ല ഷെപ്പാണ് ഇട്ട, ഇഷ്ടപ്പെട്ടു. അടിച്ച് കാശിക്കാണോ? അമ്മാമ്മ കൊടുക്ക്. ആ തുറന്ന്. പൈസയാ? പൈസ ഇടാനല്ലേ ഇത്? കമ്മലിടാൻ. അമ്മയുടെ കമ്മലാണ് ഇടണ്ടേ? ഇതിനകത്ത് ആരുടെ കമ്മലുള്ളേ? അമ്മമ്മ കേറ്റില്ല. അമ്മമ്മക്ക് ഒന്നും കൊടുത്താ പോരാ. പൈസ ഇടാൻ കാശ് എടുത്തോ? കാശിക്ക് കൊടുക്കേ. കൊണ്ടുപോയി വെച്ചോട്ടാ. എവിടെ കൊണ്ടുപോയി വെക്കാണ്? അടിയില? അടി വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവൂല, പൊട്ടിപ്പോവൂല അത്. ഒളിപ്പിച്ചു വെക്കണ്ട, സൂക്ഷിച്ചു വെച്ചാ മതി. ആ അവിടെയാണ് സൂക്ഷിച്ചു വെക്കണേ. അമ്മക്ക് അന്നേക്ക് അമ്മ എടുത്ത് വെച്ചേക്കാം. അമ്മ എടുത്ത് വെച്ചേക്കാ. ഓ അതിനടുത്ത് വെച്ചാൽ ആരും എടുക്കൂല അല്ലേ? ആ അവിടെ ഇരിക്കട്ടെ. വച്ചിട്ടുണ്ട്, കണ്ട് ഞാൻ. ആ എടുത്ത് വെച്ചോ, അതിനകത്ത് വെച്ചോ, ഒളിപ്പിച്ചു വെച്ചോ. മാമൻ എടുത്തുണ്ടോ? പിന്നെ അവൻ എടുക്കൊന്നുമില്ല. ബായ് പറഞ്ഞേ, ബായ് പറഞ്ഞേടാ. അപ്പൊ കാശ് ഇത് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കാണ്ട. അമ്മാമ്മയുടെ ഇന്ന് വാങ്ങിച്ച് അവൻ്റെ അടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിലും അമ്മാമ്മ പിറ്റേ ദിവസം ഈ സംഭവം എടുത്ത് ഇതിനകത്ത് മോതിരമൊക്കെ ഇട്ട് വെച്ചിട്ട് ഇട്ട് കണ്ട് ഞാൻ. അപ്പോൾ അദ്ദേഹം സംഭവം നോക്കിക്കോട്ടെ. പിറ്റേ ദിവസമായപ്പോൾ അമ്മാമ്മ കമ്മലൊക്കെ എടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടിയതേ സംഭവമൊക്കെ എടുത്തിട്ട് ഓണ സെലിബ്രേഷന് പോവാണ്. ഇതിനകത്ത് മോതിരമൊക്കെ പിറക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മാമ്മക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്തായാലും സംഭവം. അംഗനവാടിയിലേക്ക് ഓണ സെലിബ്രേഷന് വേണ്ടി പോവാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ ഉണ്ടാക്കിയ മുല്ലപ്പൂവും ഒക്കെ വെച്ചിട്ട് ആൾ റെഡിയായിട്ട് നിൽക്കുവാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ മുല്ലപ്പൂ കാണിച്ചു തരാം സംഭവം. ഒരാൾ ഞാൻ ഉണ്ടാക്കിയ മുല്ലപ്പൂക്ക് വെച്ചിട്ടൊന്ന് ഓണം സെലിബ്രേഷന് പോവാണ്. എനിക്കാണെങ്കിൽ ഒരു ഓണം സെലിബ്രേഷൻ പോലും ഇല്ല. നോക്ക്. അപ്പോൾ എന്തായാലും ടിഷ്യൂ പേപ്പറും കൊണ്ട് മുല്ലപ്പൂ ഉണ്ടാക്കിയത് അമ്മ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ പൂ ഞാൻ ഉണ്ടാക്കിയിട്ട് ഓണത്തിന് ചൂടണം. അപ്പോൾ അമ്മയുടെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഇന്ന് ഓണം സെലിബ്രേഷൻ ആഘോഷിക്കാൻ സുന്ദരിമണിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് അംഗനവാടിയിലല്ല സെലിബ്രേഷൻ, കൂട്ടുകാർ കൊളീഗ്സിൻ്റെ കൂടെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ കൂട്ടുകാരെ. ബൈ ബൈ.